മാജിക് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ട്രക്കിംഗ് പോയ അനുഭവമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. സമൃദ്ധമായ പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങൾ. ജീപ്പിലാണ് ഞങ്ങൾ ഇസഡ് പോയിന്റ് ലക്ഷ്യമാക്കി പോയത്. പ്രകൃതിയോട് അടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സന്ദർശിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണിവ. വഴികളെല്ലാം വളരെ ഭംഗിയേറിയതായിരുന്നു. നമുക്ക് ധാരാളം ഫോട്ടോകൾ എടുക്കാനും ജീവിതത്തിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാനും പറ്റിയ ഇടങ്ങളായിരുന്നു ഇവയൊക്കെ. എല്ലാ സ്ഥലത്തിലും ഇറങ്ങാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല. കാര്യം കുറേ ആളുകളായിട്ട് ഒരുമിച്ചാണല്ലോ യാത്ര പോകുന്നത്. അപ്പം നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് തോന്നുന്നിടത്തൊക്കെ ഇറങ്ങാനൊന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ജീപ്പിലെ ഫ്രണ്ട് സീറ്റിൽ തന്നെയാണ് ഞാൻ ഇരുന്നത്. കാര്യം എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ എന്തായാലും വീഡിയോ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ജീപ്പിലെ ഫ്രണ്ട് സീറ്റിൽ തന്നെയാണ് ഇരുന്നത്. പ്രകൃതിയോട് അടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സന്ദർശിക്കാൻ പറ്റിയ സ്ഥലമാണിത്, ഈ ഇസഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇത് സമുദ്രനിരപ്പിൽ നിന്നും 1500 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. നമ്മൾ ഈ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ ഇരുവശങ്ങളിലും പ്രകൃതി വളരെ സുന്ദരിയായി കാണപ്പെട്ടു. പല സ്ഥലങ്ങളിലും ഞങ്ങൾ പോകുന്ന വഴികളിൽ കോടയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോടമഞ്ഞ് കൂടിയതുകൊണ്ട് നമുക്ക് പല ദൃശ്യങ്ങളും ചില സമയങ്ങളിൽ, എപ്പോഴുമല്ല, ചില സമയങ്ങളിൽ നമുക്ക് കാഴ്ചയെ അകറ്റുന്നുണ്ടായിരുന്നു. കുറേയേറെ സ്ഥലങ്ങൾ വളരെ നല്ല റോഡുകൾ തന്നെയായിരുന്നു. പക്ഷെ ചില ഭാഗങ്ങളിൽ റോഡ് കുണ്ടും കുഴിയും ഒക്കെ ആയിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ എത്തിയ സ്ഥലത്ത് ഒരു ഗുഹാക്ഷേത്രമുണ്ട്. അവിടെ സന്ദർശിക്കാനായിട്ട് പോവാമായിരുന്നു. ഞങ്ങൾ അവിടെ ഇറങ്ങി, അവിടെ പോയി. പക്ഷെ അവിടെ വീഡിയോ ഒന്നും അനുവദിക്കാത്തത് കൊണ്ട് നമുക്ക് അവിടെ ഇറങ്ങാൻ സാധിക്കത്തില്ലായിരുന്നു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. ഈ സ്ഥലമാണ് ഇസഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി, അതായത് വളരെ സുന്ദരമായൊരു താഴ്വാരം കാണാം, ഇളം കാറ്റേറ്റ് അവിടേക്ക് പോകാം എന്നുള്ളതൊക്കെ പ്രതീക്ഷിച്ചാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷകളെ എല്ലാം തെറ്റിച്ചുകൊണ്ട് കോടയും മഞ്ഞും ഒക്കെ കൂടെ വന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൊരു ചാറ്റമഴ ആകെ പ്രശ്നമായിരുന്നു. അത് ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണ്. നമ്മൾ ഇത്രയും വലിയ ഒരു കാറ്റോ അല്ലെങ്കിൽ ഒരു കോടയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അനുഭവിച്ചിട്ടില്ല. അപ്പം ഇത് എൻ്റെ ആദ്യ അനുഭവമായിരുന്നു. അപ്പം ഞങ്ങൾ അവിടുന്ന് തന്നെ ഒരു കോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കമംഗളൂരിൽ നിന്ന് ഒരു കോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ കോട്ട് നമുക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാമായിരുന്നു. പക്ഷെ നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അവിടെ കുട പിടിച്ച് നിൽക്കാൻ പറ്റില്ല, കുട പറന്നു പോവും. അങ്ങനെ ഞങ്ങൾ ഒരുവിധം ഒരാൾക്ക് 3 പേരുടെ സഹായത്താലാണ് കോട്ടിടാൻ പറ്റിയത്. അത്ര ഭയങ്കരമായ കാറ്റായിരുന്നു. ഇതൊക്കെ നമുക്ക് ജീവിതത്തിലെ ആദ്യ അനുഭവമാണ്. നമ്മളിങ്ങനെയൊന്നും അനുഭവിച്ചിട്ടില്ലല്ലോ. അത്ര വലിയ കാറ്റായിരുന്നു. പക്ഷെ അത് നല്ലൊരു അനുഭവം കൂടിയായിരുന്നു. കാര്യം നമുക്കല്ലാതെ നമ്മളങ്ങനെ അനുഭവിച്ചിട്ടില്ലല്ലോ. അതിൻ്റെതായ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് നല്ല ചിത്രങ്ങൾ പകർത്താനുള്ള ഒരു സ്ഥലമാണിത്. വൈകുന്നേരത്തെ ചക്രവാളത്തിൽ സൂര്യാസ്തമയം കാണാം. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തുകൊണ്ട് കാറ്റ് വന്നു. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് മേളിലേക്ക് കയറാൻ പറ്റിയില്ല. അത്ര കാറ്റായിരുന്നു കേട്ടോ. നമുക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ കുറച്ച് കുട്ടികളൊക്കെ കയറി മേളിലേക്ക് പോയി. അവർ പക്ഷേ സുരക്ഷിതമായിട്ട് തന്നെ തിരിച്ചെത്തുകയും ചെയ്തു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നെ മാത്രമല്ല, ഞങ്ങൾ കുറച്ച് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കയറുന്ന സമയത്ത് ഭയങ്കര കാറ്റായിരുന്നു. ഞങ്ങൾക്ക് ആ സമയത്തേക്ക് കയറാൻ പറ്റിയില്ല. കാറ്റെത്തുന്നതിന് തൊട്ട് മുമ്പ് കയറിപ്പോയവരെല്ലാം മേളിലേക്ക് പോവുകയും ചെയ്തു.
ഞങ്ങൾ പിന്നെ അധിക സമയം അവിടെ നിന്നില്ല. ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നോക്കി. അത്ര കാറ്റായിരുന്നു. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ വളരെ നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ അത്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.